ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത മൊഡ്യൂളിലെ ഒരു പ്രധാനപ്പെട്ട പോർഷനിലേക്കാണ് പോകുന്നത്. സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, അതായത് നമ്മുടെ ജുഡീഷ്യറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ പ്രധാനമായിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് സുപ്രീം കോർട്ടിൽ നിന്നും ഹൈക്കോർട്ടിൽ നിന്നുമാണ്. സോ ആ ഒരു പോർഷൻസ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നുണ്ടാവുക. സ്ക്രീനൊക്കെ വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ സ്ക്രീനൊക്കെ? സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ വരുന്നത് ആ ഒരു പാറ്റേണിൽ മാത്രമാണ് കേട്ടോ ഞാൻ നോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പഠിക്കേണ്ടതായിട്ടൊന്നും ഇല്ല, ഡീറ്റെയിൽ ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. വളരെ എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കുന്നുണ്ടാവുക. സോ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയായിരിക്കും. അഡീഷണൽ റീഡിങ്സിലൊന്നും ആവശ്യമില്ല. സോ നമുക്ക് നോട്ടിലേക്ക് പോകാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ്. പ്രധാനമായിട്ടും പഠിച്ചു വെക്കുക, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾസ് 124 to 147 ആണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതിൽ 124ലാണ് എക്സ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോർട്ട്, അതായത് നമുക്ക് ഇന്ത്യക്കൊരു പരമോന്നത കോടതി വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 124 ആണ്. ഇനി 124A എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ഇത് റീസെന്റ് കൂട്ടിച്ചേർത്താണ്. ഏത് അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് ഇത് കൂട്ടിച്ചേർത്തിട്ടുള്ളത്? ഏത് അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് ഇത് കൂട്ടിച്ചേർത്തിട്ടുള്ളത്? ഏത് അമെന്റ്മെന്റ് വഴിയാണ്? NJSC, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ. ഇത് ഏത് അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കി മാറ്റിയത്? നേരത്തെ ഈ 124A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നില്ല, 124 മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കൂട്ടിച്ചേർത്തതാണ് 124A എന്ന് പറയുന്നത്. ഓക്കെ, ഈ 124A അതുപോലെ തന്നെ 124B, 124C ഇതെല്ലാം നമ്മൾ റീസെന്റ് ആഡ് ചെയ്തതാണ്. അപ്പൊ ഏത് അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് ഇത് ആഡ് ചെയ്തതെന്ന് അറിയാമോ? ഇത് 2014 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് ആഡ് ചെയ്തത്. ഇതൊന്ന് എഴുതി വെച്ചേക്കുക കേട്ടോ, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ അമെന്റ്മെന്റ്സ് പഠിക്കുമ്പോൾ ഇത് പഠിക്കും, എന്നിരുന്നാലും ഇത് ഇവിടുത്തെ രീതിയിലൊന്ന് ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി തീർന്നത്. ഇനി 124C പറയുന്നത് പവർ ഓഫ് പാർലമെന്റ് ടു മേക്ക് ലോ. ദെൻ 126 ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ കുറിച്ചാണ് പറയുന്നത്. 127 അഡ്ഹോക്ക്. എന്താ അഡ്ഹോക്ക് ജഡ്ജസ് എന്ന് വെച്ചാല്? അഡ്ഹോക്ക് ജഡ്ജസ് എന്ന് വെച്ചാൽ എന്താ? അഡ്ഹോക്ക് എന്ന് വെച്ചാൽ എന്താ? എന്താ അഡ്ഹോക്ക് ജഡ്ജസ് എന്ന് വെച്ചാല്? അഡ്ഹോക്ക് എന്ന് വെച്ചാൽ എന്താ? എന്താ അഡ്ഹോക്ക് എന്ന് വെച്ചാല്? ടെമ്പററി ആണ് അല്ലെ? വെരി ഗുഡ്, ടെമ്പററി ആണ്. അതായത് ചില സമയങ്ങളിൽ ഈ താൽക്കാലികമായ, അതായത് ചില സമയങ്ങളിൽ ഒരു ബെഞ്ചിൽ എന്താണ് കൃത്യമായിട്ടുള്ള നമ്പർ ഓഫ് ജഡ്ജസ് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അതിന്റെ കോറം തികയ്ക്കുന്നതിനായിട്ട് എന്താണ് ടെമ്പററി ആയിട്ട് ജഡ്ജസിനെ എന്ത് ചെയ്യാം? അപ്പോയിന്റ് ചെയ്യാം. അങ്ങനെ ടെമ്പററി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ജഡ്ജസിനെയാണ് നമ്മൾ അഡ്ഹോക്ക് ജഡ്ജസ് എന്ന് പറയുന്നത്. അത് സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസിന് എന്ത് ചെയ്യാം? ഹൈക്കോടതി ജഡ്ജിനോട് ഒരു അഡ്ഹോക്ക് ജഡ്ജായിട്ട് ഇരിക്കാൻ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള അപ്പോയിന്റ്മെന്റ് നടത്തുന്ന സമയത്ത് അതിന് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കൺസെന്റ് വേണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ചീഫ് ജസ്റ്റിസിന് അഡ്ഹോക്ക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാം, പക്ഷെ വിത്ത് ദ കൺസെന്റ് ഓഫ് ദി പ്രസിഡന്റ് ആണെന്ന് മാത്രം ഓർത്ത് വെക്കുക. സോ 127 അഡ്ഹോക്ക് ജഡ്ജസിനെ കുറിച്ച് പറയുന്നത്. ദെൻ 129 കോർട്ട് ഓഫ് റെക്കോർഡ്, അതായത് റെക്കോർഡ് ചെയ്യുന്ന, അവിടെ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് 129 ആണ്.
113(1) ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അതായത് നേരിട്ട് കേസ് എടുക്കാനുള്ള സുപ്രീം കോടതിയുടെ ആ ഒരു റൈറ്റ് ആണ് 129 പറയുന്ന ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ദെൻ അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ 132, അതായത് കീഴ്ക്കോടതികളിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള വിധി ലഭിക്കാതെ വരുന്ന കേസുകളിൽ നമുക്ക് അപ്പീൽ പോകാനുള്ള അധികാരമുണ്ട്. അങ്ങനെയുള്ള സുപ്രീം കോടതിയുടെ അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ ആണ് 132. ദെൻ 143 പവർ ഓഫ് പ്രസിഡന്റ് ടു കൺസൾട്ട് സുപ്രീം കോടതി. നമ്മൾ പ്രസിഡന്റിന്റെ പവറിനകത്ത് പഠിച്ചതാണ്. ഇതിനെ നമ്മൾ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് വിളിക്കും അല്ലെ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് വിളിക്കും അല്ലെ, അത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും ഈ സുപ്രീം കോടതിയുമായി റിലേറ്റ് ചെയ്തിട്ട് നിലനിൽക്കുന്ന ആർട്ടിക്കിൾസ് ഓർത്ത് വെക്കുക. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൂടെ പറയേണ്ടതുണ്ടോ? ഇത് ഓക്കെയാണോ? ഇത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും കേട്ടോ. എല്ലാം ഓക്കെയാണോ? ആർട്ടിക്കിൾസ് ഓക്കെയാണോ? ആർട്ടിക്കിൾസ് ഓക്കെയാണോ? ഇത് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടാൻ പാടില്ല, പഠിക്കണം. ഇനി നമ്മുടെ സുപ്രീം കോർട്ട് എന്നാ നിലവിൽ വന്നത്? 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ വരുന്നത് കേട്ടോ. 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് നമ്മുടെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ വരുന്നത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മുടെ സുപ്രീം കോടതി എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ലെങ്കിൽ ഇനാഗുറേറ്റ് ചെയ്യുന്നത് January 28, 1950 ആണ്. ഈ ഡേറ്റ് കൂടെ ഓർത്ത് വെക്കുക. അതിന് മുന്നേ നമുക്ക് കോർട്ട് ഉണ്ടായിരുന്നത് നമ്മൾ ഫെഡറൽ കോർട്ട് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞില്ലേ, 1773 റെഗുലേറ്റിംഗ് ആക്ടിന് ശേഷം 1774 സുപ്രീം കോടതി എക്സ്റ്റാബ്ലിഷ് ചെയ്തു. ആ സുപ്രീം കോടതി എക്സ്റ്റാബ്ലിഷ് ചെയ്തത് ഇന്നുള്ളതുപോലെ ഡൽഹിയിലായിരുന്നില്ല, കൽക്കട്ടയിലാണ്. പിന്നീടാണ് ഇങ്ങോട്ടേക്ക് ഡൽഹിയിലോട്ട് മാറ്റുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നില്ലേ? സോ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ശേഷമാണ് 1935 ഉണ്ടായിരുന്ന ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ ആണ് ഇപ്പൊ നമ്മൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? പഠിച്ചു വെച്ചോണേ. ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? കറന്റ്ലി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? സൂര്യകാന്ത് ആണ് അല്ലെ, ജസ്റ്റിസ് സൂര്യകാന്ത് അല്ലെ. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പം ഇവിടെ ഓർത്തേക്ക് എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുപ്രീം കോർട്ടാണ് ഫൈനൽ ഇന്റർപ്രറ്റർ ആൻഡ് ഗാർഡിയൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് സുപ്രീം കോടതിയാണ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അതുപോലെ തന്നെ സെന്ററും സ്റ്റേറ്റും തമ്മിലോ അല്ലെങ്കിൽ സ്റ്റേറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സുകളിൽ തീരുമാനം എടുക്കുക സുപ്രീം കോടതി ആയിരിക്കും. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതിയാണ്. ആൻഡ് ഇതിന്റെ ഒറിജിനലി എത്രയായിരുന്നു സുപ്രീം കോടതിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്? 8 ആയിരുന്നു. അതായത് ഒരു ചീഫ് ജസ്റ്റിസും 7 അതർ ജഡ്ജസും അടങ്ങുന്ന 8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആയിരുന്നു ആദ്യം സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ അത് 34 ജഡ്ജസ് ഉണ്ട്. അതായത് മൊത്തമാണ് 34. ഒരു ചീഫ് ജസ്റ്റിസും 33 ജഡ്ജസും അടങ്ങുന്ന ഒരു പാനലാണ് ഇപ്പം സുപ്രീം കോടതിയിൽ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓഡിബിൾ ആണല്ലോ അല്ലെ? പറയുന്നത് കേൾക്കാവോ? എത്ര നമ്പർ ഓഫ് ജഡ്ജസ് ആണോ വേണ്ടത്? നമ്പർ ഓഫ് ജഡ്ജസ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ, അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ആകെ 8 ആയിരുന്നു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒരു ചീഫ് ജസ്റ്റിസും 7 അതർ ജഡ്ജസും അടങ്ങുന്ന 8 പേരുടെ ഒരു ഗ്രൂപ്പ് ആയിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ മൊത്തം 34 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 33 ജഡ്ജസും ഒരു ചീഫ് ജസ്റ്റിസും, അങ്ങനെ മൊത്തം 34 ആണ് ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആയല്ലോ അല്ലേ?
ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് അപ്പോയിന്റ്മെന്റ് ആൻഡ് റിമൂവൽ ഓഫ് ജഡ്ജസ് ആണ്. എന്താണ് ഒരു സുപ്രീം കോടതി ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. അദ്ദേഹം ഒരു എമിനന്റ് ജൂറിസ്റ്റ് ആയിരിക്കണം. അങ്ങനെ എമിനന്റ് ജൂറിസ്റ്റ് എങ്ങനെയൊക്കെ ആയിരിക്കണം? മിനിമം 5 വർഷം ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ 2 അതിലധികമോ ഹൈക്കോടതിയിൽ, ഇല്ലെങ്കിൽ എന്താ മിനിമം 10 വർഷം, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മിനിമം 10 വർഷം ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. അത് ഒരു ഹൈക്കോടതി അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഹൈക്കോടതികളിലാവാം കേട്ടോ, അതിൽ കുഴപ്പമില്ല. മിനിമം 10 വർഷമെങ്കിലും അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് ആയിട്ട് 5 വർഷം, മിനിമം 5 വർഷം പ്രവർത്തിച്ച വ്യക്തി ആയിരിക്കണം. പിന്നെ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസിന് മിനിമം ഏജ് ഫിക്സേഷൻ ഇല്ല, പക്ഷെ മാക്സിമം ഏജ് ഉണ്ട്. പ്രസിഡന്റ് ആണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ അപ്പോയിന്റ് ചെയ്യുന്നത്. മാക്സിമം ഏജ് എന്ന് പറഞ്ഞാൽ 65 വയസ്സ് പൂർത്തിയാകുന്ന ആണ് കേട്ടോ. ഒരു 65 വയസ്സ് പൂർത്തിയാകുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? 65 വയസ്സ് വരെ എന്ത് ചെയ്യാം? സുപ്രീം കോടതി ജഡ്ജായിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതായത് ഒരിക്കൽ അപ്പോയിന്റ്, ഇപ്പൊ അദ്ദേഹത്തിന് ഒരു 48 ഏജിലാണ് സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് 65 ഇയേഴ്സ് വരെ എന്ത് ചെയ്യാം? ആ ഒരു പൊസിഷനിൽ ഫോളോ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ക്വാളിഫിക്കേഷൻസ് ഓഫ് സുപ്രീം കോടതി ജഡ്ജ് ഓക്കെ ആയോ? ക്ലിയർ ആണോ? ആക്ച്വലി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓഡിബിൾ ആണോ? നിങ്ങളുടെ റെസ്പോൺസ് ഒന്നും വരുന്നില്ലാത്തത് കൊണ്ടാണ് ചോദിച്ചത്. ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? സ്പെസിഫിക് ടെന്യൂർ ഇല്ല കേട്ടോ, സ്പെസിഫിക് ടെന്യൂർ ഇല്ല. ഒരിക്കൽ അപ്പോയിന്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ആൾക്ക് സുപ്രീം കോടതി ജഡ്ജായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് അഡ്ഹോക്ക് ആൻഡ് ആക്ടിംഗ് ജഡ്ജസ് ആണ്. ആർട്ടിക്കിൾ 127 അഡ്ഹോക്ക് ഓർ ആക്ടിംഗ് ജഡ്ജസിനെ കുറിച്ച് പറയുന്നത്. അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജസിന്റെ കോറം തികയാതെ വരുന്ന സാഹചര്യങ്ങളിൽ ചീഫ് ജസ്റ്റിസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള അഡ്ഹോക്ക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ അതിന് പ്രസിഡന്റിന്റെ പ്രയർ കൺസെന്റ് വേണം എന്നുള്ളത് മാത്രമാണ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ജൂറിസ്ഡിക്ഷൻ നോക്കാം. അതൊക്കെ നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി. ഇതാണ് ഇമ്പോർട്ടന്റ്. നമുക്ക് 3 തരത്തിലുള്ള ജൂറിസ്ഡിക്ഷൻ ആണ് സുപ്രീം കോടതിക്ക് പ്രധാനമായിട്ടുള്ളത്. റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഇവിടെ പറയേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ ആർട്ടിക്കിൾ 32 അത് പറഞ്ഞതുകൊണ്ട് ഇവിടെ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ ആർട്ടിക്കിൾസ് പഠിച്ചു വെച്ചേക്കുക. ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ റെമഡി എടുക്കുന്നതിന് സുപ്രീം കോടതിയെ നേരിട്ട് അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 131 പറയുന്നത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഏതിന്റെയൊക്കെ കേസസിലാണ്? അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും രണ്ടോ അതിലധികമോ സ്റ്റേറ്റുകൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ് വരിക. പിന്നെ ഒരു സ്റ്റേറ്റും മറ്റൊരു സ്റ്റേറ്റും തമ്മിൽ ഇഷ്യൂ ഉണ്ടായാലും സുപ്രീം കോടതിക്കാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ പവർ എന്നുള്ളത് ഓർത്ത് വെക്കുക. ക്ലിയർ ആയോ? 2 പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഓർത്ത് വെക്കുക. ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 131. 32 റിട്ട് ജൂറിസ്ഡിക്ഷൻ ആണ് പറയുന്നത്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സുപ്രീം കോടതിയെ ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം. രണ്ടാമത്തെ 131 പറയുന്നത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലസ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലസ് സ്റ്റേറ്റ്, അതും അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്ലസ് സ്റ്റേറ്റ്, ഇവർ തമ്മിലുള്ള ഇഷ്യൂസിലാണ് എന്ത് ചെയ്യുന്നത്? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്ക് ഉള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ. അപ്പീലേറ്റ് എന്ന് വെച്ചാൽ കീഴ്ക്കോടതിയിൽ ഒരു വിധി പ്രഖ്യാപിക്കുന്നു. ആ വിധി പ്രഖ്യാപിക്കുന്നത് നമുക്ക് ആപ്റ്റായിട്ട് തോന്നുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീൽ കൊടുക്കാൻ പോകാം, അല്ലെ? അങ്ങനെ ഏതൊക്കെ കാറ്റഗറിയിലാണ് നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സിൽ
അപ്പീൽ കൊടുക്കാം. അത് പറയുന്നത് ആർട്ടിക്കിൾ 132ലാണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുമ്പോൾ സിവിൽ ഓർ ക്രിമിനൽ അതെന്ത് കേസും ആയിക്കോട്ടെ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പീൽ കൊടുക്കാൻ പോകാം. പിന്നെ സിവിൽ മാറ്റേഴ്സിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 33 ആണ്. ക്രിമിനൽ മാറ്റേഴ്സിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 34 ആണ്. പിന്നെ സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ പറയുന്ന ആർട്ടിക്കിൾ 136 ആണ് എന്നത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണോ? അത്രയും പഠിച്ചാൽ മതി, അതിനപ്പുറത്തേക്ക് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. 136 ആണോ വേണ്ടത്? 136 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ എന്ന് പറയും. അതായത് ഈ ആംഡ് ഫോഴ്സസിന്റെയുമായിട്ട് അല്ലെങ്കിൽ ട്രിബ്യൂണൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനുള്ളിൽ പറയുന്നത് കേട്ടോ. അതിൽ തീരുമാനമെടുക്കാനുള്ള സുപ്രീം കോടതിയുടെ സ്പെഷ്യൽ പവറിനെയാണ് സ്പെഷ്യൽ ലീവ് ഓഫ് അപ്പീൽ എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ, അതായത് ഇപ്പം ഏതെങ്കിലും ഒരു കോടതി വിധിക്കെതിരെ സുപ്രീം കോടതി നമുക്ക് അപ്പീൽ പോകാമല്ലോ. പക്ഷേ ഇങ്ങനെ നമുക്ക് ഇതൊരു റൈറ്റ് ആയിട്ട്, ഇല്ലെങ്കിൽ എന്താണ്, സുപ്രീം കോടതി പ്രത്യേക അനുമതി നൽകിയാൽ മാത്രമേ അങ്ങനെ പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന കേസസ് ആണ് സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഈ പറയുന്ന ആംഡ് ഫോഴ്സസ്, അതായത് ട്രിബ്യൂണല് അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസ്, അതിന്റെയൊക്കെ കോർട്ടുകളുണ്ടല്ലോ, അത് അവർക്ക് അവരുടേതായിട്ടുള്ള ജൂറിസ്ഡിക്ഷനും കാര്യങ്ങളും ഇല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇപ്പൊ ഒരു ആർമി ഓഫീസറിനെ നമുക്ക് പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കാൻ പറ്റുമോ? ഒരു ആർമി ഓഫീസറിനെ പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കൺസേൺഡ് സ്റ്റേറ്റിലെ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. അതൊരു സ്പെഷ്യൽ ലീവ് അല്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതായത് പ്രത്യേകമായിട്ട് അവരുടെ അനുമതി വേണം. അതോടൊപ്പം തന്നെ അവരെ ചോദ്യം ചെയ്യുന്നതിനൊക്കെ ഇത്ര സമയം മാത്രമല്ലേ അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്പെഷ്യൽ കേസസിന്റെ കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 136 പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആണ് പറയുക. അഡ്വൈസറി ജൂറിസ്ഡിക്ഷനിൽ ഫസ്റ്റ് വൺ ആർട്ടിക്കിൾ 143 ആണ്. എന്തായിരുന്നു 143? 143 എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വൈസറി, പ്രസിഡന്റിന് എന്ത് ചെയ്യാം, കോർട്ടിനോട് അഡ്വൈസസ് ചോദിക്കാം അല്ലെ. അപ്പോ അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 143. അതിൽ ആർക്കാണ്? പ്രസിഡന്റിന് മാത്രമാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉള്ളത് അല്ലെ. അപ്പൊ അത് ഓർത്ത് വെച്ചാൽ മതി. പ്രസിഡന്റിന് അഡ്വൈസ് ആണ് അല്ലെ. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആണ് 143. അപ്പോ ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അങ്ങനെ കവനന്റ്, ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്, ട്രീറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പ്രസിഡന്റിന് ലോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അഡ്വൈസസ് വേണമെങ്കിൽ പ്രസിഡന്റിന് ആരെ സമീപിക്കാവുന്നതാണ്? സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 143 പറയുന്നത്. ഓക്കെ ആണോ? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, മൂന്നും ക്ലിയർ ആയോ? ഇത് പഠിക്കണേ, ആർട്ടിക്കിൾസ് പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ആർട്ടിക്കിളും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, അല്ലാതെ ഡീറ്റെയിൽ ഇത് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ജുഡീഷ്യൽ റിവ്യൂ ആണ്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ചാൽ? ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ചാൽ എന്താ? എല്ലാ കോർട്സിനും ജുഡീഷ്യൽ റിവ്യൂ പവർ ഉണ്ടോ? എല്ലാ കോടതികൾക്കും ജുഡീഷ്യൽ റിവ്യൂ പവർ ഉണ്ടോ? ഇല്ല. അപ്പൊ ആർക്കൊക്കെയാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ ഉള്ളത്? ഹൈക്കോടതി ആൻഡ് സുപ്രീം കോടതിയാണ് അല്ലെ. ഹൈക്കോർട്ട്സ് ആൻഡ് സുപ്രീം കോർട്ട്സിനാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ ഉള്ളത്. ഇനി എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ചാല്? എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാല്? എന്താ ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ചാല്?
reviewing those orders or judgments already made by a court. അതായത് ഇത്രയേ ഉള്ളൂ. ജുഡീഷ്യൽ റിവ്യൂ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതായത് ലെജിസ്ലേച്ചർ കുറച്ച് നിയമങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുമല്ലോ, അത്തരത്തിൽ ഫോർമുലേറ്റ് ചെയ്യുന്ന നിയമങ്ങളാണല്ലോ എക്സിക്യൂട്ടീവ് നടപ്പിലാക്കുന്നത്. അപ്പം ഈ ലെജിസ്ലേച്ചർ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോളിസീസ് എക്സിക്യൂട്ടീവ് നടപ്പിലാക്കുകയും ചെയ്യുന്ന സമയത്ത് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്ന് പരിശോധിക്കാനുള്ള കോടതിയുടെ റൈറ്റിനെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ലെജിസ്ലേച്ചർ നിർമ്മിച്ച ഏതെങ്കിലും ഒരു നിയമമോ എക്സിക്യൂട്ടീവ് നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു നിയമമോ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്ന് പരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ റൈറ്റിനെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ പവർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തേത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്, അല്ലെങ്കിൽ പൊതു താല്പര്യ ഹർജി എന്ന് പറയും. എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് വെച്ചാൽ? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് വെച്ചാൽ എന്താ? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് വെച്ചാൽ എന്താ? എനി പേഴ്സൺ ക്യാൻ അപ്രോച്ച് ദ കോർട്ട്. അപ്പം എനി പേഴ്സൺ ക്യാൻ അപ്രോച്ച് ദ കോർട്ട് ആണ്. പക്ഷെ എന്തിന്റെ കാര്യത്തിലായിരിക്കണം? അതൊരു കോമൺ ഗുഡിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതായത് അഫക്റ്റഡ് ആയിട്ടുള്ള ആള് വേണമെന്നൊന്നുമില്ല. എന്താണ്, ഇപ്പം ഈ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വ്യക്തിഗത താല്പര്യത്തിനല്ലാതെ പൊതു ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഓൺ മാറ്റേഴ്സ് അഫക്റ്റിംഗ് ദ പബ്ലിക് ഗുഡ്സ് ആണ് അല്ലെ? അതെ, അത് കറക്റ്റ് ആണ്. അതായത് പൊതുജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ആർക്ക് വേണമെങ്കിലും കോടതിയെ അപ്രോച്ച് ചെയ്യാം എന്ന് പറയുന്നതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പഠിച്ചു വെക്കേണ്ട കാര്യം ഇതാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യർ ആൻഡ് ജസ്റ്റിസ് ഭഗവതി, ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യയിലെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ ചാമ്പ്യൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവരെ പഠിച്ചു വെച്ചോണം കേട്ടോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റിസ് കൃഷ്ണയ്യർ ആൻഡ് ജസ്റ്റിസ് ഭഗവതി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി ഒരു മൂന്നാമത് ഒരു ടേം കൂടി ഉണ്ട്, ദാറ്റ് ഇസ് ജുഡീഷ്യൽ ആക്ടിവിസം. എന്താ അപ്പൊ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാല്? ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ എന്താ? ജുഡീഷ്യൽ ആക്ടിവിസം എന്താ? ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പേഴ്സൺ ആണോ ചെയ്യുന്നത്? ജുഡീഷ്യൽ ആക്ടിവിസം നടത്തുന്ന പേഴ്സൺ ആണോ? അല്ല. പിന്നെ ആരാ ചെയ്യുന്നത്? കോടതികളാണ് അല്ലെ? ജുഡീഷ്യറി ആണ് അല്ലെ? കോടതിയാണ് ചെയ്യുന്നത്. അതായത് കോടതികൾ എന്ത് ചെയ്യും? കോൺസ്റ്റിറ്റ്യൂഷനെ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് സിറ്റിസൺസിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. അതായത് ഇപ്പോ നമുക്കൊരു നിയമം കൃത്യമായിട്ട് വ്യക്തമായില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഇത്തരമുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? കോടതിക്ക് ഇതില് ഇടപെടാൻ സാധിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നില്ല എങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ജുഡീഷ്യൽ ആക്ടിവിസം നടപ്പിലാക്കാവുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഈ മൂന്ന് കോൺസെപ്റ്റും ക്ലിയർ ആയോ? ഓക്കെ. ജുഡീഷ്യൽ റിവ്യൂ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആൻഡ് ജുഡീഷ്യൽ ആക്ടിവിസം. ഇത് PIL ആണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ PIL ആണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്. ഓക്കെ ആണല്ലോ അല്ലെ? സോ നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റിലോട്ട് പോകാം. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഓഫ് ദി സുപ്രീം കോർട്ട് ആണ് കേട്ടോ. അതായത് പ്രധാനപ്പെട്ട കേസുകളും അതിന്റെ വിധികളും എന്താണ് എന്നുള്ളത്. ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേസിന്റെ പേര് പഠിച്ചു വെക്കുക,
അതിന്റെ ഇയർ പഠിക്കുക, അതെന്തുമായി റിലേറ്റഡ് ആണ് എന്ന് മാത്രം പഠിച്ചാൽ മതി. ഡീറ്റെയിൽ ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്തിനെ കുറിച്ചാണ് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം പറയുന്ന AK ഗോപാലൻ കേസാണ്. AK ഗോപാലൻ കേസ് 1950-ലാണ്. അത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ടുമായി ബന്ധപ്പെട്ട് കേൾക്കാവോ? കറണ്ട് പോയതാണേ, അപ്പൊ നെറ്റ് കട്ടായി പോയി. ഇപ്പൊ ഓക്കെ ആയോ? കേൾക്കാവോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ സ്ക്രീൻ ഇല്ലല്ലോ അല്ലെ? സ്ക്രീൻ ഇല്ലല്ലോ. ഷെയർ ചെയ്യാവേ. സ്ക്രീൻ വിസിബിൾ ആയോ? ഓഡിബിൾ ആണോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആയോ? സ്ക്രീൻ ഓക്കെ ആയോ? ഓക്കെ, ബ്ലർ ഒന്നുമില്ലല്ലോ അല്ലേ? കേൾക്കുന്നില്ല എങ്കിൽ അപ്പോൾ പറയണേ. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയോ? എല്ലാരും ലീവായി പോയോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ പോയാലും നിങ്ങൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. കറണ്ട് പോയതുകൊണ്ട് കട്ടായി പോയതാണ്, പിന്നെ കണക്ട് ആവുന്നില്ലായിരുന്നു. അതാണ് കേട്ടോ. ഞാൻ ഫയൽ ഷെയർ ചെയ്യാവേ. വിസിബിൾ ആയോ?
ഫയൽ വിസിബിൾ ആയോ? ഫയൽ കാണാമോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് AK ഗോപാലൻ കേസാണ് 1950. അത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് ഇല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് കേസാണ്. വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് ആണ് കേട്ടോ. അത്രയും പഠിച്ചാൽ മതി. ഇങ്ങനെ 3 കാര്യങ്ങളും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഡീറ്റെയിൽ ചെയ്ത് പഠിക്കേണ്ട. ബാക്കി നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിംഗ് ആണ് കേട്ടോ. AK ഗോപാലൻ കേസ് 1950 പ്രിവെന്റീവ് ഡിറ്റൻഷൻ കേസ്, അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ചെമ്പകം ദുരൈരാജൻ കേസ് 1951. അത് ഓർത്തേക്ക് നമ്മൾ 15(4) പഠിച്ചത് ഓർമ്മയുണ്ട്. അതായത് റിസർവേഷൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത്. അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കണം? റിസർവേഷൻ ഗിവൺ ടു ബാക്ക്വേർഡ് ക്ലാസസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ തമിഴ്നാടാണ്. അത് നിങ്ങൾ അത്രയും പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് റിസർവേഷനുമായി റിലേറ്റഡ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ലെങ്കിലും റിസർവേഷനുമായി റിലേറ്റഡ് ആണെന്ന് ഓർത്ത് വെച്ചേക്ക്. ചെമ്പകം ദൊരൈരാജ് കേസ് 1951. 15(4) ആഡ് ചെയ്തത് ഈ ഒരു കേസ് റിലേറ്റഡ് ആണ് കേട്ടോ. ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് വരാൻ കാരണം ഈ ഒരു ചെമ്പകം ദൊരൈരാജ് കേസാണ്. ദെൻ ശങ്കരി പ്രസാദ് കേസ് 1952. ഇതെന്ന് പറയുന്നതും ഈ പറയുന്ന ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടുമായി തന്നെ റിലേറ്റഡ് ആണ്. ഇതിലാണ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള റൈറ്റ് പാർലമെന്റിനാണ് എന്ന് പറയുന്നത് ഇതിലാണ് കേട്ടോ. അടുത്തത് ബെറുബാരി കേസ് 1960. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ബെറുബാരി കേസ് 1960. ദെൻ അടുത്തത് ഗോലഖ്നാഥ് കേസ്. ഇതും കേട്ടിട്ടുണ്ടാവും. 1967 എന്താണ്? ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് അല്ലെ? ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് ക്ലിയർ ആയോ? എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണോ? ഡീറ്റെയിൽ ചെയ്ത് പറയണോ? പഠിക്കേണ്ട കാര്യം മാത്രം ഡിസ്കസ് ചെയ്താൽ പോരെ? ബാക്കി നിങ്ങൾ വായിച്ചോളൂലേ? ഡീറ്റെയിൽ ചെയ്ത് പറയണോ? ഡീറ്റെയിൽ ചെയ്ത് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഡീറ്റെയിൽ ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ? വേണ്ട. പഠിക്കേണ്ട കാര്യം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്ത കേശവാനന്ദ ഭാരതി കേസാണ് 1973. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ആണ് കേട്ടോ. ബേസിക് സ്ട്രക്ചർ. ഓക്കെ, ഒന്നുകൂടി പറയാം. ബെറുബാരി കേസാണോ? ബെറുബാരി കേസ് 1960 ആണ്. അത് നമ്മുടെ ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് കേട്ടോ. ഈ ടെറിട്ടറി ആഡ് ചെയ്യുന്നതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കേസാണ്. അത് ഡീറ്റെയിൽ ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, കുഴപ്പമൊന്നുമില്ല. അതായത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ബെറുബാരി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയും പാകിസ്ഥാന്റെ ഒരു ബോർഡർ പ്രദേശം അല്ലെങ്കിൽ ഒരു അതിർത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നല്ലോ. ആ എഗ്രിമെന്റിനെ കുറിച്ച് എന്താണ്? എഗ്രിമെന്റ് വഴിയായിട്ട് പാകിസ്ഥാനിലേക്ക് ഈ ബെറുബാരി ടെറിട്ടറി എന്ന് വെച്ചാൽ ഹാൻഡ് ഓവർ ചെയ്യേണ്ട ഒരു കാര്യം വന്നു. അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ സുപ്രീം കോടതിയെ എന്ത് ചെയ്യും? പ്രസിഡന്റ് ആർട്ടിക്കിൾ 143 അനുസരിച്ചിട്ട് അഡ്വൈസറി ജൂറിസ്ഡിക്ഷന് കൊടുക്കും. ആ സമയത്ത് ഇവിടെ പറയുന്ന എന്താണ്? ആർട്ടിക്കിൾ 368 ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഇങ്ങനെ ഇന്ത്യയുടെ ടെറിട്ടറി കൈമാറാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു കേസ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് 1960 ബെറുബാരി കേസ് എന്ന് പറഞ്ഞു. ബെറുബാരി എന്ന് വെച്ചാൽ ഒരു ടെറിട്ടറിയാണ് കേട്ടോ, ഒരു സ്ഥലമാണ്. അത് പാകിസ്ഥാന് വിട്ടുകൊടുക്കണോ വേണ്ടോ എന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് ബെറുബാരി കേസ്. ഓക്കെ ആയോ? ഓക്കെ. കേശവാനന്ദ ഭാരതി കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? 1973 ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കേസ് ആണ്. പിന്നെ മിനർവ മിൽസ് കേസ് ആണ് 1980. ഇത് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും കോംപ്ലിമെന്ററി ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു കേസാണ് കേട്ടോ. പിന്നെ അടുത്ത ഷാബാനു കേസാണ്. ഷാബാനു കേസ് 1985. ഇതെന്ന് പറയുന്നത്
ഈ റൈറ്റ് ടു അലിമണി അത്രയും മാത്രം പഠിച്ചാൽ മതി. ഇത്രയും ഫുള്ളൊന്നും പഠിക്കണ്ട. എന്താ അലിമണി എന്ന് വെച്ചാല്? അലിമണി എന്താ? അലിമണി എന്താ? അലിമണി എന്താ? അലിമണി കേട്ടിട്ടുണ്ടോ? അലിമണി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? എന്താ അലിമണി എന്ന് വെച്ചാല്? ജീവനാംശം എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഗേൾസിന് ഹസ്ബൻഡ് കൊടുക്കേണ്ട ആ ഒരു എമൗണ്ട് ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അലിമണി എന്ന് പറയുക. അപ്പൊ മുസ്ലിം സ്ത്രീകൾക്ക് റൈറ്റ് ടു അലിമണിയെ കുറിച്ചാണ്, അവരുടെ റൈറ്റിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അത്രയും പഠിച്ചാൽ മതി. റൈറ്റ് ടു അലിമണി അത്രയും പഠിച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ഇതൊന്നും പഠിക്കണ്ട. ഷാബാനു കേസ് 1985, റൈറ്റ് ടു അലിമണി അത്ര ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഇന്ദിരാ ഷോണി കേസ്, ഇതൊരു പ്രധാനപ്പെട്ട കേസാണ്, 1993. ഇതാണ് നമ്മുടെ എന്താണ്, റിസർവേഷൻ ഒരിക്കലും 50% കൂടുതൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ നോൺ ക്രീമി ലെയർ എന്ന് പറഞ്ഞ സ്ഥലം, ക്രീമി ലെയർ ഇല്ലേ, ഈ ക്രീമി ലെയർ ഒക്കെ വരുന്നത് ഇന്ദിരാ ഷോണി കേസിലാണ്. അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കണേ. അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് ക്രീമി ലെയർ കാറ്റഗറി ഒക്കെ ഇല്ലേ, അത് വരുന്നത് ഈ ഒരു കേസുമായി റിലേറ്റഡ് ആയിട്ടാണ്. അടുത്ത SR ബൊമ്മെ കേസാണ്. SR ബൊമ്മെ കേസ് 1994. ഇത് നമ്മുടെ ആർട്ടിക്കിൾ 356 ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ചന്ദ്രകുമാർ കേസ് 1997. ഇത് ലെസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് വായിച്ചിരുന്നാൽ മതിയാകും. ഓക്കെ, അത് വായിച്ചിരുന്നാൽ മതിയാകും. പിന്നെ റൈറ്റ് ടു റിജക്ട്, ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. നോട്ട നമ്മുടെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ ഇലക്ഷനിൽ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ നമുക്ക് താല്പര്യമില്ല എങ്കിൽ എന്താണ്, നമുക്ക് ആ മുകളിലുള്ള ഒരു കാൻഡിഡേറ്റിനെയും ചൂസ് ചെയ്യണ്ട എന്ന് പറഞ്ഞ ഒരു നോട്ട ഓപ്ഷൻ നമുക്കുണ്ടല്ലോ. ആ നോട്ട ഓപ്ഷൻ EVM-ൽ കൊണ്ടുവരുന്നത് 2013 റൈറ്റ് ടു റിജക്ട് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? അപ്പൊ 2013 നോട്ട നിലവിൽ വരുന്നത് എന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അത് ഓടിച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ അത് കാണാതെ പഠിക്കാന്നുള്ളത് തന്നെ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും നമുക്ക് അവിടെ ചെയ്യാനില്ല. ഓക്കെ ആണല്ലോ അല്ലേ? ഓഡിബിൾ ആണോ? ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? ഓക്കെ, അടുത്ത ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ഇതൊക്കെ തന്നെയാണ്, പക്ഷെ ആർട്ടിക്കിൾസിൽ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. 214 to 231 ആണ്. ഇതിൽ ആർട്ടിക്കിൾ 214 ഹൈക്കോടതി വേണം എന്ന് പറയുന്നത്. 215 ആണ് കോർട്ട് ഓഫ് റെക്കോർഡ്. 222, അതായത് 222 ആണ് ട്രാൻസ്ഫർ ഓഫ് ജഡ്ജ് ഫ്രം വൺ കോർട്ട് ടു അനദർ. അതായത് ഒരു ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു ഹൈക്കോടതിയിലേക്ക് ജഡ്ജസിനെ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറയുന്നത് 222 ആണ്. Then 223 appointment of acting chief justice. 226 നമ്മുടെ റിട്ട് ജൂറിസ്ഡിക്ഷൻ ആണ് കേട്ടോ, അത് ഓർത്ത് വെച്ചേക്ക്. 231 എക്സ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കോമൺ ഹൈക്കോർട്ട് ഫോർ 2 or more states. 2 അതിലധികമോ സ്റ്റേറ്റുകൾക്ക് ഒരു കോമൺ ഹൈക്കോർട്ട് എന്നുള്ളത് പറയുന്നത് 231 ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, എത്ര ഹൈക്കോടതി നമുക്കുണ്ട് ഇന്ത്യയിൽ? എത്ര ഹൈക്കോർട്ട്സ് ഉണ്ട് ഇന്ത്യയിൽ? എത്ര ഹൈക്കോർട്ട്സ് ഉണ്ട് ടോട്ടൽ? ഇന്ത്യയിൽ ടോട്ടൽ എത്ര ഹൈക്കോർട്ട്സ് ഉണ്ട്? ഇന്ത്യയില് അറ്റ് പ്രസന്റ് എത്ര ഹൈക്കോർട്ട്സ് ഉണ്ട്? എത്ര ഹൈക്കോർട്ട്സ് ഇന്ത്യയിലുള്ളത്? ആ, 25 അല്ലെ? വെരി ഗുഡ്, 25. നമ്മുടെ കേരളത്തിന്റെ ഹൈക്കോടതിക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തിന്റെ ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ? കേരളത്തിന്റെ ഹൈക്കോർട്ട് എവിടെയാ? കേരളത്തിലെ ഹൈക്കോർട്ട് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിന്റെ ഹൈക്കോർട്ട് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ആണല്ലേ? ഓക്കെ. നമ്മുടെ ഹൈക്കോർട്ട് ഓഫ് കേരളയില് വേറെ എന്തെങ്കിലും ഏതെങ്കിലും സ്ഥലത്തിന്റെ ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ? ലക്ഷദ്വീപ് ഉണ്ടല്ലേ? വെരി ഗുഡ്, ലക്ഷദ്വീപ് ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അതാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ മറ്റേതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എക്സ്ട്രാ ഫാക്ട് ഒന്നുമില്ല. ജൂറിസ്ഡിക്ഷൻ ഒക്കെ നമ്മൾ പറഞ്ഞാണ്. ഇതാണ് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഇന്ത്യയിലുള്ള ഈ പറയുന്ന
ഹൈക്കോടതികളും അവയുടെ ജൂറിസ്ഡിക്ഷൻ ഒക്കെ എവിടെയാണെന്നും ഏത് വർഷമാണ് എക്സ്റ്റാബ്ലിഷ്ഡ് ആയതെന്നുള്ളതാണ്. അപ്പം ആദ്യമായിട്ട് വരുന്നത് ബോംബെ. ഫസ്റ്റും ലാസ്റ്റും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ബോംബെ ആണ് ഫസ്റ്റ് ഹൈക്കോർട്ട് എന്ന് പറയുന്നത്. 1862 എക്സ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. ഇതിന്റെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ വരുന്നത് മഹാരാഷ്ട്ര, ഗോവ, ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദി, ഇത്രയും സ്ഥലങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ ആണ് ബോംബെ ഹൈക്കോർട്ടിനുള്ളത്. ഇനി ഇതിന് ഡിഫറെന്റ് ബെഞ്ചസ് ഉണ്ട്. ഒന്ന് മുംബൈയിലുണ്ട്. മുംബൈ ആണ് ഹെഡ് ക്വാർട്ടർ, മീൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് മുംബൈയിലാണ്. പക്ഷെ ഇതിന്റെ ബെഞ്ചസ് എവിടെയൊക്കെ ഉണ്ട്? നാഗ്പൂർ ഉണ്ട്, പനാജി ഉണ്ട്, ഔറംഗാബാദ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ബോംബെ ആണ് ഫസ്റ്റ്, 1862 ഫോം ചെയ്യുന്നു. ജൂറിസ്ഡിക്ഷൻ വരുന്നത് മഹാരാഷ്ട്ര, ഗോവ, ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. ഇതിന്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത് മുംബൈ ആണ്. ബെഞ്ചസ് നാഗ്പൂർ, പനാജി ആൻഡ് ഔറംഗാബാദ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? രണ്ടാമതായിട്ട് വരുന്ന കൽക്കട്ടയാണ്. 1862 തന്നെയാണ്. ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ വെസ്റ്റ് ബംഗാൾ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ആണ്. കൊൽക്കട്ടയാണ് ഹെഡ് ക്വാർട്ടർ വരുന്നത്. ബെഞ്ചസ് ഉള്ളത് പോർട്ട് ബ്ലെയറും ജൽപൈഗുരിയാണ് കേട്ടോ. അടുത്തത് മദ്രാസ് ആണ്. 1862 തന്നെ. തമിഴ്നാടും പുതുച്ചേരിയുമാണ് ജൂറിസ്ഡിക്ഷൻ. ചെന്നൈയിലാണ് ഹെഡ് ക്വാർട്ടർ. ബെഞ്ച് മധുരയാണ്. പിന്നെ അലഹബാദ് 1866 ഉത്തർപ്രദേശ് ആണ്. പ്രയാഗ്രാജ് ആണ്. അതായത് ഇപ്പോഴത്തെ അലഹബാദിന്റെ പേര് പ്രയാഗ്രാജ് എന്നാണല്ലോ. അതുകൊണ്ട് അലഹബാദിലെ പ്രയാഗ്രാജ് ആണ് ഹെഡ് ക്വാർട്ടർ വരുന്നത്. ലക്നൗ ആണ് ബഞ്ച് വരുന്നത്. പിന്നെ കർണാടക 1884. കർണാടക മാത്രമാണ് ജൂറിസ്ഡിക്ഷൻ വരുന്നത്. ഹെഡ് ക്വാർട്ടർ ബംഗളൂരു ആണ്. പക്ഷെ അതിന്റെ ബെഞ്ചസ് എവിടെയുണ്ട്? ദേർവാദയിലും ഗുൽബാർഗയിലും ഉണ്ട് എന്നത് ഓർത്ത് വെച്ചേക്കുക. ദെൻ പാട്ന 1916. ബീഹാർ, പാട്ന. അത് ഒറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് 1928 ആണ്. ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് തന്നെ. ശ്രീനഗർ ആൻഡ് ജമ്മു ആണ് ഹെഡ് ക്വാർട്ടർ. പഞ്ചാബ് ആൻഡ് ഹരിയാന 1947 വരുന്നത്. പഞ്ചാബ്, ഹരിയാന, പിന്നെ ചണ്ഡീഗഡ്, നമ്മുടെ പുതുച്ചേരി യൂടി ഉണ്ടല്ലോ, യൂണിയൻ ടെറിട്ടറി ഉണ്ടല്ലോ, ചണ്ഡീഗഡ്. ഇത്രയുമാണ് വരുന്നത്. ചണ്ഡീഗഡിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗുവാഹത്തി ആണ്. ഗുവാഹത്തി 1948 ആണ്. ആസാം, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്, ഇത്രയുമാണ് ജൂറിസ്ഡിക്ഷൻ വരുന്നത്. ഗുവാഹട്ടിയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത്. ബെഞ്ചസ് കൊഹിമ, ഐസ്വാൾ, ഇറ്റാനഗർ, ഇത്രയും സ്ഥലങ്ങളിലാണ് ബെഞ്ചസ് ഉള്ളത്. ഒറീസ അല്ല, ഇപ്പൊ ഇത് ഒഡീഷയാണ്. അതൊന്ന് തിരുത്തിയേക്കണേ. ഒഡീഷയാണ്. പക്ഷെ എന്റെ ഹൈക്കോടതിയുടെ പേര് ഒറീസ തന്നെയാണ്. അതിലും മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ആഡ് ചെയ്തിരിക്കുന്നത്. ജൂറിസ്ഡിക്ഷൻ നിങ്ങൾ ഒറീസ എന്ന് എഴുതരുത്, ഒഡീഷ എന്ന് തന്നെ എഴുതണം കേട്ടോ. 1948 വരുന്നത്. കട്ടക്കാണ് ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത്. രാജസ്ഥാൻ 1949. രാജസ്ഥാൻ തന്നെ. ജോധ്പൂർ ആണ് ബെഞ്ച്, ജയ്പൂരിലുണ്ട്. പിന്നെ തെലങ്കാന 1954. തെലങ്കാന തന്നെ. ഹൈദരാബാദ് ആണ് ഹെഡ് ക്വാർട്ടർ. കേരള 1956. കേരള ആൻഡ് ലക്ഷദ്വീപ് എറണാകുളമാണ്. മധ്യപ്രദേശ് 1956. മധ്യപ്രദേശ് തന്നെ. ജബൽപൂരിലാണ് വരുന്നത്. ഗ്വാളിയാറും ഇൻഡോറും ബെഞ്ചസ്. ഗുജറാത്ത് 1960 വരുന്നു. ഗുജറാത്ത് അഹമ്മദാബാദ്. ഡൽഹി 1966. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ആണ് ജൂറിസ്ഡിക്ഷൻ. ന്യൂഡൽഹി ആണ് ഹെഡ് ക്വാർട്ടർ. ഹിമാചൽ പ്രദേശ് 1971. ഹിമാചൽ പ്രദേശ് ഷിംലയിലാണ്. സിക്കിം 1975. സിക്കിമാണ് ജൂറിസ്ഡിക്ഷൻ. ഗാംഗ്ടോക്ക് ആണ്. ഛത്തീസ്ഗഡ് 2000. ഛത്തീസ്ഗഡ് ബിലാസ്പൂർ ആണ്. ജാർഖണ്ഡ് 2000. ജാർഖണ്ഡ് റാഞ്ചിയിലാണ്. ഉത്തരാഖണ്ഡ് 2000. ഉത്തരാഖണ്ഡ് നൈനിറ്റാളിലാണ്. മണിപ്പൂർ 2013. മേഘാലയ 2013 ആണ്. ഇതില് മണിപ്പൂരിന്റെ ഇംഫാലും മേഘാലയ ഷില്ലോങ്ങും ആണ്. ത്രിപുര 2013 തന്നെയാണ്. അഗർത്തലയിലാണ് വരുന്നത്. ആന്ധ്രാപ്രദേശ് 2019. കാരണം നമ്മുടെ തെലങ്കാന ഫോം ചെയ്തതിന് ശേഷം ആന്ധ്രാപ്രദേശും തെലങ്കാനയും രണ്ട് സ്റ്റേറ്റുകളായല്ലോ. സോ ആദ്യം ഉണ്ടായിരുന്ന തെലങ്കാനയായിരുന്നു. അപ്പൊ ഹൈദരാബാദ് ആണല്ലോ എന്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത്. ഇപ്പൊ ഹൈദരാബാദ് തെലങ്കാനയിൽ പോയതുകൊണ്ട് ആന്ധ്രാപ്രദേശിന് ഇല്ലാത്തതുകൊണ്ട് 2019 നമ്മുടെ പുതിയൊരു ഹൈക്കോടതി വരുന്നു. അത് അമരാവതിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, ബെഞ്ചസ് ഉള്ള ഹൈക്കോടതി ഏതൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് കേട്ടോ. ഫോം ചെയ്തത് പഠിക്കണം, ജൂറിസ്ഡിക്ഷൻ ഒക്കെ പഠിക്കണം. അതുകൂടാതെ എക്സ്ട്രാ പഠിക്കേണ്ടത് ഏതിനൊക്കെയാണ് സെപ്പറേറ്റ് ബെഞ്ചസ് ഉള്ളത്. ക്ലിയർ ആയോ?
ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യാന്നല്ലാതെ നമുക്ക്, നിങ്ങൾ കോഡ് എന്തെങ്കിലും ഇട്ട് പഠിക്കുക, പക്ഷെ ഇതൊക്കെ നമ്മൾ വായിച്ചു പഠിക്കുക എന്നല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ഞാൻ ഓടിച്ചു വിട്ടത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു പഠിക്കാനുള്ളത് കിളി പോയല്ലേ. പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചേ പറ്റൂ എന്നുള്ളതാണ് വാസ്തവം. നമുക്കൊരു 1 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഇനിയിപ്പം നിങ്ങളെ കൊണ്ട് അങ്ങനെ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത പോർഷൻ തറവായിട്ട് പഠിക്കാന്നുള്ളതാണ് കേട്ടോ. പക്ഷെ ഇത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഈവൻ ബെഞ്ചസ് ഉള്ളതെങ്കിലും നന്നായിട്ട് പഠിക്കുക. ഇപ്പം ഇത് പഠിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. നിങ്ങൾക്ക് എന്താണെന്നറിയോ, വർഷങ്ങൾ പഠിക്കാൻ എളുപ്പം വരും. കാരണം ഈ 1956 ശേഷം ഫോം ചെയ്തിട്ടുള്ള സ്റ്റേറ്റുകളുടെ എല്ലാം അതാത് വർഷം തന്നെയാണ് ഹൈക്കോടതി ഫോം ആയിട്ടുള്ളത്. കുറച്ചെണ്ണത്തിലൊക്കെ ഡിഫറൻസ് ഉള്ളൂ. സോ നമുക്ക് അത് ആ ഒരു കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. സോ ഞാൻ നിങ്ങളുടെ കിളി പോയ സ്ഥിതിക്ക് ബെഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഹെഡ് ക്വാർട്ടർ ഒരു സ്ഥലത്തുണ്ടാവും, പക്ഷെ അതിന്റെ എന്താണ് കുറച്ച് കേസസ് എന്ന് വെച്ചാൽ വാദങ്ങളൊക്കെ വേറൊരു സ്ഥലത്ത്. ഇപ്പം ഈ ആസാമും നാഗാലാൻഡും മിസോറാമും അരുണാചൽ പ്രദേശും ഇത് വരുന്ന ഗുവാഹത്തിയാണ്. ഗുവാഹത്തിയിൽ എല്ലാ സ്റ്റേറ്റിലുള്ളവർക്കും പോയി അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതിന്റെ ഒരു ബെഞ്ച്, ഇപ്പൊ നമുക്ക് ഈ ക്യാപിറ്റൽ സെന്റേഴ്സ് എന്നൊക്കെ പറയത്തില്ല, ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിൽ ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാപിറ്റൽ സെന്റർ തിരുവനന്തപുരത്തില്ലേ? കാരണം എന്താ, കേരള യൂണിവേഴ്സിറ്റി അല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അപ്പൊ അത് കാസർഗോഡാണല്ലോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അവിടെ വരെ എത്താൻ ബുദ്ധിമുട്ടായിരിക്കില്ല. അപ്പം കുറച്ച് നടപടികൾ എളുപ്പമാക്കുന്നതിന് വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് കൂടെ ആക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പം എന്താണ്, എല്ലാവർക്കും ഈ ഗുവാഹട്ടിയിലേക്ക് എത്താൻ പറ്റുമോ? ക്ലിയർ ആയോ? മനസ്സിലായല്ലോ അല്ലെ? അതാണ് ബെഞ്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ആ ഒരു ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ബെഞ്ച്, ഒരു ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ ഇനി അമെന്റ്മെന്റ് കൂടെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളുടെ കിളി പോയ സ്ഥിതിക്ക് ഞാനൊന്നും പറയുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അമെന്റ്മെന്റ്സ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതും പഠിച്ചോണേ, അമെന്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ എന്താണ്, ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. എക്സ്ട്രാ സ്റ്റേറ്റ്മെന്റ് പോലും വരാൻ ചാൻസ് ഇല്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ വരുന്നത്. ഞാനപ്പോ PDF സെൻഡ് ചെയ്ത് തരാം, ഇപ്പൊ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു.